ജീവിതത്തെ ശാന്തമാക്കാൻ ഒരാൾ അയാളുടെ വിശ്വാസത്തിലുള്ള ജ്ഞാനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നതോടൊപ്പം ആ ജ്ഞാനത്തിൽ അയാൾ ജീവിക്കണം. അങ്ങനെ ജീവിക്കുമ്പോഴാണ് സമാധാനപ്പെടാൻ കഴിയുന്നത്. ഒരാൾ അയാളുടെ ഗുരുവിൽ വിശ്വസിക്കുകയും അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അനുസരണപ്പെട്ട് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് സമാധാനം അനുഭവിക്കാൻ കഴിയുന്നത്. ഈ സമാധാനം അനുഭവിക്കുമ്പോൾ അയാളുടെ ഉള്ളിലുള്ള കാരുണ്യവും സ്നേഹവുമാണ് അനുഭവിക്കുന്നത്. അനുഭവിക്കുമ്പോൾ അയാൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും കാരുണ്യത്തോടെയും സ്നേഹത്തോടെയുമാണ് അയാൾ നോക്കുന്നത്. ആ സമയത്ത് മനസ്സ് നിശ്ചലമാണ്. മനസ്സിൻ്റെ ആ നിശ്ചലതയിൽ പരമമായ ശാന്തി കൈവരിക്കാൻ സാധിക്കും. കൂടുതൽ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ, കൂടുതൽ അതിനു വേണ്ടിയിട്ടാണ് ശേഖരിക്കപ്പെടുന്നതെങ്കിൽ, കൂട്ടിവെക്കുന്നതെങ്കിൽ സമാധാനം കണ്ടെത്താൻ കഴിയില്ലേ? അതേപോലെ ഒരാൾ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പറഞ്ഞു, അയാളിൽ നിന്ന് ഒരു പ്രവൃത്തി ഉണ്ടായി, അത് ഉള്ളിലിട്ട് എപ്പോഴും സൂക്ഷിച്ച് നടക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാൾക്കും സമാധാനം അനുഭവിക്കാൻ കഴിയില്ലേ? അത് ഉള്ളിലിട്ട് നടക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളുണ്ടാവും, വികാരങ്ങളുണ്ടാവും, അത് വേദനിപ്പിക്കും. ആ വേദന ഇല്ലാതിരിക്കാൻ അയാളുടെ പ്രവൃത്തിയെയും അയാൾ പറയുന്ന വാക്കിനെയും അതുമൂലമുണ്ടാകുന്ന ചിന്തകളെയും വികാരങ്ങളെയും നമുക്ക് വെറുതെ വിടാനാവണം. എല്ലാത്തിനെയും വെറുതെ വിട്ട് നമുക്ക് വിശ്രമിക്കാനാവണം. മൗനത്തിന് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കും. അവിടെ കഴിഞ്ഞ കാലവും ഭാവി കാലവും ഇല്ലേ? അവിടെ ഈ നിമിഷമാണ്. ഈ നിമിഷം എന്ന് പറയുന്നത് ഒരു അനുഭവമാണ്. അത് ഒരു പുസ്തകം വായിച്ചിട്ട് അതിനെക്കുറിച്ച് പറയുന്നത് പോലെയല്ല. ഒരു സംഗീതം ആസ്വദിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് പോലെയും അല്ല. രുചികരമായ ആഹാരം കഴിച്ച് അതിനെക്കുറിച്ച് പറയുന്നത് പോലെയും അല്ല. അത് ഒരു ശൂന്യമായ അവസ്ഥയാണ്. അതിനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ലേ? കുറച്ച് സമയം നമ്മൾ നമ്മളോടൊപ്പം ഇരിക്കണം. നമ്മൾ വർത്തമാനകാലത്ത് ഇരിക്കണം. ഈ നിമിഷത്തിൽ ഇരിക്കണം. നമ്മുടെ ഉള്ളിലുള്ള സ്നേഹത്തോടൊപ്പവും കാരുണ്യത്തോടൊപ്പവും നമ്മൾ ചേർന്ന് ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അങ്ങനെ നമുക്ക് ഇരിക്കാൻ കഴിയാത്തത് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അത് വന്നു പോകുന്നവയാണ്. അതിനെ നമ്മൾ പിടിച്ചു വെക്കണ്ട. അതിനെ വെറുതെ വിടുക. എന്നിട്ട് വേവലാതിപ്പെടാതെ നമ്മൾ നമ്മുടെ ചെറിയ ലോകത്തെ ചെറിയ ജീവിതം ജീവിക്കുക. അതിനായുള്ള തയ്യാറെടുപ്പ് നമ്മളിൽ നിന്ന് ഉണ്ടാവുക. അതുണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ശാന്തി അനുഭവിക്കാൻ കഴിയുന്നത്. നമുക്ക് ചുറ്റും കാണുന്ന മരങ്ങളെ, ചെടികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആഴത്തിൽ മൗനം അനുഭവിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതേപോലെ നമുക്കും ജീവിക്കാൻ സാധിക്കും.
ഒരിക്കല് ഒരു സെൻ ഗുരുവിൻ്റെ അടുത്ത് ഒരു യുവാവ് വന്ന് പറഞ്ഞു, എനിക്ക് സത്യത്തെ അറിയണം, എൻ്റെ ഉള്ളിലുള്ള ശാന്തിയെ എനിക്ക് കണ്ടെത്തണം. ഗുരു ഒന്നും പറഞ്ഞില്ല, മൗനമായിട്ട് ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് യുവാവ് ഗുരുവിനോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് എനിക്ക് ഉത്തരം നൽകാത്തത്? ഗുരു പറഞ്ഞു, നിനക്ക് ഞാൻ ഉത്തരം നൽകി, പക്ഷെ നിന്റെ ഉള്ളില് മൗനമില്ലാത്തത് കൊണ്ട് അത് നിനക്ക് അറിയാൻ കഴിഞ്ഞില്ലേ? അതേപോലെ നമ്മുടെ ഉള്ളിലുള്ള ദൈവികതയെ, ആ ഒരു ശാന്തിയെ നമുക്കറിയണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ നമ്മുടെ ഉള്ള് ഒഴിഞ്ഞിരിക്കണം, അവിടെ മൗനം കൊണ്ട് നിറഞ്ഞിരിക്കണം. അവിടെ മനസ്സ് നിശബ്ദമാവണം, നിശ്ചലാവണം. ആ നിശ്ചലതയിൽ നിന്ന് നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും. അതിന് കൂടുതൽ അധ്വാനം വേണ്ട. മനസ്സിൻ്റെ ശാന്തി, സമാധാനം മാത്രം മതി, ഒപ്പം കുറച്ച് അധ്വാനവും. ഒരിക്കല് ഒരു യുവാവ് ഒരു സെൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ വില്ലാളിയായിട്ട് മാറണം. ഇത് കേട്ട ഗുരു അദ്ദേഹത്തെയും കൊണ്ട് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ദൂരെയുള്ള ഒരു വൃക്ഷത്തെ കാണിച്ചിട്ട് പറഞ്ഞു, നീ നിന്റെ വില്ലെടുത്ത് അമ്പ് അതിലേക്ക് എയ്യൂ. ഗുരു പറഞ്ഞതുപോലെ ശിഷ്യൻ ചെയ്തു. അമ്പ് ആ വൃക്ഷത്തിലേക്ക് കൊണ്ടു. കുറച്ചു കഴിഞ്ഞ് ഈ യുവാവിനെയും കൊണ്ട് ഗുരു ഒരു ആറിൻ്റെ നടുവിലുള്ള തൂക്കുപാലത്തിലേക്ക് കൊണ്ടുപോയി. ആ തൂക്കുപാലം വല്ലാതെ ആടുന്നുണ്ടായിരുന്നു. ഗുരു പറഞ്ഞു, അവിടെ നിന്നുകൊണ്ട് നീ നിന്റെ വില്ല് കുലക്കൂ, അമ്പ് ഞാൻ കാണിച്ച ആ വൃക്ഷത്തിലേക്ക് കൊള്ളിക്കൂ. ആ സമയത്ത് യുവാവിന് വല്ലാതെ പേടിയായിരുന്നു. യുവാവ് പറഞ്ഞു, ഗുരു, എനിക്ക് വല്ലാതെ പേടിയാവുന്നു, ഈ പാലം വല്ലാതെ ആടുന്നുണ്ടോ, ഞാൻ താഴെ ആറിലേക്ക് വീഴും. ഗുരു പറഞ്ഞു, കണ്ണുകൊണ്ട് മാത്രമല്ല ലക്ഷ്യത്തെ കാണുന്നത്. ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ നിന്റെ മനസ്സ് അത്ര കണ്ട് നിശബ്ദമാവണം, നിശ്ചലാവണം. അതേപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂല സാഹചര്യങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ നിശ്ചലതയാണ്, നിശബ്ദതയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഉള്ളിലുള്ള മൗനത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണമെന്ന് പറയുന്നത്. ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളെ ഉള്ളിലുള്ള ആ മൗനത്തെ ശ്രദ്ധിച്ചുകൊണ്ട്, മൗനത്തെ അനുഭവിച്ചുകൊണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ